നിത്യവും കൽക്കി രൂപകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും വിശ്വഗുരുഗീത പാഠത്തിലേക്ക് സ്വാഗതം. നമ്മൾ വിശ്വഗുരുഗീതയുടെ 25ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ദേവി വസുന്ധരായേ നമഃ. നാം എല്ലാം ജഗത് പിതാവായ നാരായണന്റെ ജഗന്മാതാവായ ഭൂമിദേവിയുടെ മക്കളാണ്. നമ്മളെല്ലാം ആത്മ സഹോദരി സഹോദരന്മാരാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുക, ഭക്തിയുള്ളവരായിരിക്കുക. അതുപോലെ നമ്മൾ അഹിംസ മുറുകെ പിടിക്കുക. അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാരണമായി യാതൊരു ഉപദ്രവം ഉണ്ടാക്കരുത്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ് പുണ്യപ്രവൃത്തി, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതാണ് പാപകർമ്മം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആശ്രമധർമ്മങ്ങളെ കുറിച്ചാണ്. പണ്ട് കാലത്ത്, അതായത് നമ്മുടെ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ ആശ്രമധർമ്മങ്ങൾ പാലിച്ചിരുന്നു. ഇത് വേദങ്ങൾ അനുസരിച്ചിട്ട് ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കർമ്മങ്ങൾ തന്നെയാണ്, കർമ്മങ്ങളും ധർമ്മങ്ങളും തന്നെയാണ്. 4 ആശ്രമധർമ്മങ്ങളാണ് ഒരു വ്യക്തിക്ക് സനാതന ധർമ്മപ്രകാരം വിധിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ബ്രഹ്മചര്യാശ്രമം, 2 ഗൃഹസ്ഥാശ്രമം, 3 വാനപ്രസ്ഥാശ്രമം, 4 സന്യാസാശ്രമം. ആദ്യത്തേത് ബ്രഹ്മചര്യാശ്രമം. ഈ സമയത്ത് നമ്മളൊക്കെ ബ്രഹ്മചാരിയായിരിക്കുന്ന അവസ്ഥയുണ്ട്. അതായത് ഏകദേശം ഒരു വയസ്സ് തൊട്ട് ഒരു 18-20 വയസ്സ് വരെയാണ് ബ്രഹ്മചര്യാവസ്ഥ. ആ സമയത്താണ് ഒരാൾ വിദ്യാഭ്യാസമൊക്കെ നേടി പഠിച്ച് ജോലിയൊക്കെ വാങ്ങേണ്ടത്. അത് വേണേൽ കൂടിയാൽ 1 മുതൽ 25 വയസ്സ് വരെ നമുക്ക് എങ്ങനെയാണെങ്കിലും 25 വയസ്സൊക്കെ ആകുമ്പോഴേ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടും. അപ്പൊ ഈ സമയത്ത് വിവാഹമൊന്നും കഴിക്കത്തില്ല, ബ്രഹ്മചര്യമാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ബ്രഹ്മചര്യ അവസ്ഥ അല്ലെങ്കിൽ ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഗൃഹസ്ഥാശ്രമം. ഈ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഒരു വ്യക്തി വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതമായിട്ട് കുട്ടികളെയും ഒക്കെ ജനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണമെന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. അല്ല സന്യാസത്തിന് പോകണമെന്നൊന്നും സനാതനധർമ്മം പഠിപ്പിക്കുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ശിവസന്യാസിമാരൊക്കെ എന്തിനാണ് ഇങ്ങനെ സന്യാസം സ്വീകരിച്ച് പോകുന്നതെന്നുള്ളത് വളരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അപ്പം രണ്ടാമത്തെ ഗൃഹസ്ഥാശ്രമമാണ്. ഒരു വ്യക്തി ഗൃഹസ്ഥാശ്രമം തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. മൂന്നാമത്തേതെന്ന് പറയുന്നത് വാനപ്രസ്ഥാശ്രമമാണ്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ അവരെ പഠിപ്പിച്ച് അവർ വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം പതുക്കെ പതുക്കെ നമ്മുടെ അധികാരം അവരിലോട്ട് കൈമാറാൻ തുടങ്ങുന്ന ഒരവസ്ഥയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. നമ്മൾ പതുക്കെ പതുക്കെ അധികാരം അവരിലോട്ട് കൈമാറും. അടുത്തത് ഒരു 10-60 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിന് സന്യാസാശ്രമം. അതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും മക്കളെയൊക്കെ ഏൽപ്പിച്ച് നമ്മൾ ഏകാന്തമായി സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുന്നതിനെയാണ് സന്യാസാശ്രമം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലാണ് ഒരു മനുഷ്യന് ശാന്തി സമാധാനം ഒക്കെ കിട്ടുന്നത്.